വിലസിടും നാരീ. പ്രണയം ഉണ്ടല്ലോ, അല്ല പ്രണയാണല്ലോ ലോകം എല്ലാം. അപ്പൊ നമുക്ക് ജംഷീറിന്റെ സ്റ്റുഡിയോ ഒന്ന് കണ്ടാലോ? കാരണം ഒരു രൂപക്ക് പോലും നേട്ടമില്ലാതെ എൻ്റെ വാപ്പക്കും ഉമ്മക്കും മൂത്ത കുട്ടി. കാരണം ഒന്ന് നിങ്ങൾ ജീവിതം കൊണ്ടൊന്ന് ചിന്തിച്ച് നോക്ക്. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ മൂത്ത കുട്ടിയാണ്. ഞങ്ങൾ 3 ആൾക്കാരായിരുന്നു. ഞാനാണ് മൂത്ത കുട്ടി. എൻ്റെ നേരെ താഴെ അനിയനാണ്. പെങ്ങളുണ്ടായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ ഞാൻ എപ്പോഴും എന്താണ്, ചില ആളുകളൊക്കെ ഞാൻ പരാമർശിക്കുന്നത് കേട്ടിട്ടുണ്ട്, മക്കളിൽ ഒരാളല്ലേ ഉള്ളൂ, ഒരാൾ ഏതാളും മുക്കിലല്ലേ. പക്ഷെ ആ മുക്കിലുള്ള ആളാണ് സത്യം പറയുകയാണെങ്കിൽ ലോകമെമ്പാടും എത്തിയതും. അന്ന് ഞങ്ങളൊരു ചെറിയൊരു വീട്ടിലേയും താമസിച്ചിരുന്നു, ഒരു ഓടിട്ട കുഞ്ഞു വീട്ടിൽ. അതൊക്കെ ഞാൻ പാട്ടുപാടി കുറച്ച് ചെറിയതൊക്കെ ആയി അൽഹംദുലില്ലാഹ്. എനിക്ക് വലിയ ആഗ്രഹം ടൈൽസിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളത്. അതിലിരിക്കേണ്ട ഒരു അവസരം വന്ന് നമ്മളല്ല ഒന്നും ചിന്തിക്കുന്നത്. നമ്മൾ പഠിച്ചവനോട് എത്രത്തോളം നമ്മുടെ തേങ്ങുന്നു അത്രത്തോളം നമുക്ക് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു മറുതലായിട്ടൊരു സന്തോഷം വേറെ തന്നെ വരും, അല്ലേ? തീർച്ചയായും. പിന്നെ നമ്മൾ കൂടുതൽ അഹമ്മദിയിലേക്ക് പോകുമ്പോഴാണ് നമുക്കൊരു തകർച്ച വരുന്നത്. പിന്നെ മാത്രമല്ല, ഒരു സത്യം മറക്കാൻ എന്താ പറയുക, 1000 കള്ളം പറയേണ്ടി വരും. പക്ഷെ അത് നിലനിന്ന് പോകില്ല. അതിനെക്കുറിച്ച് സത്യം പറഞ്ഞു പോകുമ്പോൾ അതിനാ സത്യത്തിലൂടെ തന്നെ പോകാം. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ ജംഷീർ നല്ലൊരു പാട്ടൊന്നും കൂടെ. ഇനി ഏത് പാട്ടാണ് ഞാൻ പാടേണ്ടത്? ഇതാണിപ്പോൾ പുതിയ നിങ്ങളിപ്പോൾ പ്രൊജക്റ്റ് പുതിയ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട്, പുതിയത് പോകുന്ന ഒരു പാട്ടിൻ്റെ 4 വരി എനിക്ക് വിട്ടാന്നിരുന്നല്ല, അതിൻ്റെ 4 വരി. അപ്പോൾ നൗഷാദ് കണ്ണൻ നല്ലൊരു സംഗീതം ചെയ്തൊരു പാട്ടുണ്ട്. അതിൽ ഞാനൊരു 3 പാട്ട് കേട്ടു. പിന്നെ അതിൽ രഹനാത്ത പാടിയിട്ടുണ്ട്, സുറുമി പാടിയിട്ടുണ്ട്. അങ്ങനെ അതിലുള്ളൊരു പാട്ട് ഞാൻ പഠിച്ച ഒരു ചെറിയ പാട്ട്. നമ്മുടെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു ഭാര്യ, മൂത്താപ്പാടെ ഒരു മകൻ്റെ ഒരു ഭാര്യ എഴുതിയൊരു പാട്ടാണ്. അപ്പം അതൊന്ന് പാടാം. ഫാമിലിയിലെല്ലാവരും പാട്ട് ആസ്വാദകരാണ്. ചെറുപ്പം മുതലേ എല്ലാവരും പാട്ട് ആസ്വദിക്കും. പിന്നെ ഫാമിലിയിലൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക്കിനെ വല്ലാതെ അംഗീകരിക്കാതെ. ഇപ്പം പിന്നെ എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. പക്ഷേ നമ്മുടെ ഇന്നത്തെ സമൂഹം നിങ്ങൾക്ക് അറിയില്ലേ ഈ ഫീൽഡിന്. പിന്നെ ഈ ഫീൽഡ് എന്ന് വെച്ചാൽ അത് ചിലരങ്ങനെ ആക്കിയത് കൊണ്ടാണ്. ശരിക്കും നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര, എൻ്റെ ജീവനാണ് മ്യൂസിക്. അതിലൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ വേറൊരു ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കില്ലേ എപ്പോഴും പാട്ടുകൾ. പക്ഷെ നമ്മളതൊന്നല്ല കേട്ടോ പാട്ടുകളൊക്കെയാണ് പണ്ട് പങ്കുജിദാസും റാഫി സാഹിബും ദാസേട്ടനൊക്കെ പാടി വെച്ച, ജയചന്ദ്രൻ സാറും ഒക്കെ പാടി വെച്ചതാണ് പാട്ടുകൾ. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ കണ്ണികൾ മാത്രം. തീർച്ചയായിട്ടും. കുട്ടികൾ ചെറുതായിട്ടൊക്കെ പാടും, എന്നാലും കൂടുതലായിട്ട് വന്നില്ല. ഒന്നാമത്തെ ആവണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു സിംഗർ ആക്കണം എന്നുള്ളതില്ല. നമ്മളവരെ ഒരു 18 വയസ്സ് കഴിയുമ്പോഴേക്കും അവരുടെ കടമകൾ നമുക്കൊണ്ട് പറ്റുന്നത്, എന്നെക്കൊണ്ട് പറ്റുന്നത്. കാരണം എനിക്ക് എല്ലാവരുടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ എപ്പോഴും വേണം. ഒരു ഹെൽപ്പില്ലാതെ പറ്റില്ല. രണ്ടാമത് അവർ കഴിഞ്ഞ് അവർ തീരുമാനിക്കുക. അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് അവർ തീരുമാനിക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അത്രയുള്ളൂ. അല്ലാതെ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരാളല്ല. അപ്പോൾ എൻ്റെ അനിയനും ഞാനൊക്കെ വളരെ താഴെത്തട്ടിൽ കിടന്നത്. നമ്മളൊന്നും എവിടെ എത്തൂല എന്ന് വിചാരിച്ചില്ല. അപ്പോൾ അനിയനെ ഇൻഷാ അല്ലാഹ് അവൻ്റെ സ്വന്തം കരങ്ങളാൽ ജോലിയൊക്കെ എടുത്ത് ആൾ നല്ലൊരു വക്കീലാണ്, അഡ്വക്കേറ്റാണ്. ഇപ്പോൾ ഉഷാറായി. അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ഞാൻ കുറച്ച് ഒരു ഇതാണെങ്കിലും ഒരു പാട്ടുകാരൻ എന്നുള്ള ചെറിയ രീതിയിൽ ചെറിയൊരു പേരെങ്കിലും നമുക്ക് കിട്ടി. സ്റ്റുഡിയോയിൽ ഞാനിപ്പോൾ കഴിഞ്ഞ നവംബർ 6-നാണ് JKS എന്ന് പറയുന്ന JKS എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഓപ്പൺ ആയത്. അത് ഒക്ടോബർ 25 ഇനാഗ്രേഷൻ കഴിഞ്ഞ്. പിന്നെ അതിൻ്റെ നമ്മുടെ എന്നെപ്പോലെയുള്ള കുറച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളൊക്കെ വിളിച്ചവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് കൈനിക്കര എൻ്റെ നാട്ടുകാരും
കുറച്ച് സുഹൃത്തുക്കളെല്ലാവരും ഇടപെട്ട് നല്ലൊരു പരിപാടി, ഒരു ഗംഭീര പ്രോഗ്രാമൊക്കെ വെച്ച്. നമ്മുടെ നാസർ മാനുക്കെ ആയിരുന്നു മുഖ്യാതിഥി. പിന്നെ കുറേ സെലിബ്രേഷൻ സിനിമാ സംവിധായകന്മാർ, നമ്മളെ പാട്ടുകാരൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു ആഗ്രഹം. നന്നായിട്ടൊരു സ്റ്റുഡിയോ, റെക്കോർഡിങ് സ്റ്റുഡിയോ, ആളുകൾ വന്നാൽ ഇരിക്കാനും ഒരു ഗസ്റ്റ് റൂം, പാട്ട് പാടാനുള്ള മറ്റേ പ്രൊഫഷണൽ സിംഗേഴ്സൊക്കെ വന്നാലും പാടാനുള്ള സെറ്റപ്പിനൊക്കെ ഉള്ള കുറച്ച് നല്ല ഒരു 10-20 ലക്ഷം റുപ്യ ബഡ്ജറ്റ് ഇറക്കിയിട്ട് ഒരുപാട് ആളുകളെ പ്രയത്നങ്ങളുണ്ട്, സഹായങ്ങളുണ്ട്. ഒരു ഒട്ടനവധി പ്രവാസികൾ അതിലൂടെ സഹായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ വളരെ സന്തോഷം. പ്രോഗ്രാം ഗൾഫിൽ പരിപാടിക്കൊക്കെ ഇങ്ങനെ വിളി തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ നാട്ടിൽ പ്രോഗ്രാമുകളൊക്കെ വന്ന് തുടങ്ങട്ടെ. പിന്നെ എനിക്ക് വാക്സിൻ അടിക്കാത്തൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ മറ്റേ എന്തൊക്കെ ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ശാരീരികമായിട്ട് നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ട് വന്നു. ആ ബുദ്ധിമുട്ടിൻ്റെ ഒരു ടെൻഷനിലാണ്. കഴുത്ത് പൊട്ടിയിട്ട് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊന്നും ഇപ്പം ഇങ്ങനെ മെല്ലെ തിരിഞ്ഞു വരുന്നുണ്ട്. കുറേ ട്രീറ്റ്മെൻറ്റ് ഏകദേശം അപകടം കഴിഞ്ഞതിന് ശേഷം ഒരു 10-35 ലക്ഷം റുപ്യ മൊത്തത്തിൽ ചിലവ് ചെയ്തു ഹോസ്പിറ്റലിൽ അതിലൊക്കെ ആയിട്ട് അത്യാവശ്യമായി. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ നോർമലായില്ല എങ്കിലും നമ്മുടെ അൽഹംദുലില്ലാ അങ്ങനെ ഇപ്പോൾ കല്യാണ ഷോ അതുപോലെ ചെറിയ സ്റ്റേജ് ഷോ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാ സ്വന്തമായിട്ട് ട്രൂപ്പും പിന്നെ അങ്ങനെ നമ്മൾ സെറ്റായി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ചിലർ പിന്നെ ഒന്നാമത് ജനങ്ങൾ ഇപ്പോൾ ഹൈ പ്രോഗ്രാംസുകളൊന്നും ഇപ്പോൾ വല്ലാതെ അങ്ങോട്ട് നയിക്കുന്നില്ല. ഒന്നത് എല്ലാവരും സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടിലായി. അതാണ് ഇപ്പോൾ ഉണ്ടായത്. നമ്മൾ ജീവിക്കുന്നത് നമ്മളിതുകൊണ്ട് തന്നെ. എന്തായാലും അന്നം തരുമല്ലോ അള്ളാഹു. തീർച്ചയായിട്ടും അന്നം നമുക്ക് തരുമല്ലോ. എവിടെയെങ്കിലും നമുക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു പാട്ട് പാടാൻ പോവാണ്, പ്രോഗ്രാമിന് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കൂടെ വരുന്നവർക്ക് ഗുണം. കാരണം ഡ്രൈവർ വരുമ്പോൾ അയാൾക്കൊരു തൊഴിൽ, പിന്നെ രണ്ടാമത്തെ നമ്മുടെ കൂടെ സഹപ്രവർത്തകർ വരിക്കുമ്പോൾ അവർക്കൊരു പേയ്മെൻറ്റ്, ഇതൊക്കെ കിട്ടുമ്പോൾ അവർക്കൊക്കെ ജീവിതമാർഗം തന്നെയാണ്. ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും കുടുംബത്തിനായി തീർച്ചയായിട്ടും. പിന്നെ ഈ പാട്ട് പാടാന്ന് പറഞ്ഞു, അത് മറന്നു. ഇല്ല പാട്ട് പാടിത്തരാം. അതിൻ്റെ പുതിയ പാട്ട് തന്നെ പാടിത്തരാം. അത് ഒന്ന് പാടിത്തരാം. ഓക്കെ. അഫ്സത്ത് എഴുതിയൊരു പാട്ടാണ്. ഇഷ്കിൻ നിലാവേ മഹമൂദരേ മദീനത്തുറങ്ങും സായൂജ്യമേ. ഇഷ്കിൻ നിലാവേ മഹമൂദരേ മദീനത്തുറങ്ങും സായൂജ്യമേ. പാപിയാം ഞങ്ങൾക്ക് തണലായി തുണയായി സ്നേഹത്തിൻ വരികൾ വല്ലാതെ ഓർമ്മയില്ല. എത്രയല്ലോ. ഓക്കെ ഇൻഷാ അല്ലാ. ആ പാട്ടിൻ്റെ 2 വരി നിങ്ങൾ ഞെട്ടാൽ മതി. ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഓക്കെ ഇൻഷാ അല്ലാ. ഇനി ഒരു പാട്ടും കൂടി. ഇനി ഏതാ പാട്ടുണ്ട്? ഞാൻ എൻ്റെ ഒരു പഴയ പാട്ട് പാടിയാലോ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. പാട്ടിന്റെ രാജാവിനെ പാട്ടല്ലാതെ പാട്ടാണ് മെയിനായിട്ടില്ലേ? ഇൻഷാ അല്ലാ. അതിപ്പോൾ ഞാനൊരു ലൈവ് ഇട്ടാലും പറയാം, എപ്പോഴും ഒരു പാട്ടാണ് പറയലല്ലേ. പാതിരാവിൽ ലേഖനായി പാതിരാവിൽ. അപ്പം ഞാൻ അവരോട് തന്നെ ചോദിക്കും, അല്ല ഈ പാതിരാവിൽ ലേഖനായി എന്ന് പറഞ്ഞിട്ട് എന്നെ നാട്ടുകാർ ഇനിയപ്പോൾ തല്ലിക്കൂല, എനിക്ക് ഇതന്നെ ഉള്ളൂ. അപ്പോൾ അവർ ചില കമൻറ്റ് എടുക്കുക, ഞങ്ങളെ ഇഷ്ടമാണ്, ഞങ്ങൾ തീരുമാനിക്കും, അത് നിങ്ങളല്ലേ തീരുമാനിക്കില്ലേ. അപ്പോൾ പിന്നെ ഞാനൊന്നും പറയില്ല. തീർച്ചയായിട്ടും എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. എപ്പോഴും എനിക്ക് എന്താ പറയുക, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പ്രണയിക്കാൻ നടന്ന സമയത്ത് പ്രണയം ഉണ്ടല്ലേ, അല്ല പ്രണയമാണല്ലോ ലോകം, എല്ലാം പ്രണയമാണല്ലോ. ആരാ പ്രണയിക്കാത്തത്? ഇല്ലല്ലോ, ആരാ പ്രണയിക്കാത്തത്? കാരണം എന്താ വെച്ചാൽ എനിക്കല്ലാത്ത എൻ്റെ പ്രണയം കൂടുതലും ഒരു ദാമ്പത്യ ജീവിതം അങ്ങനത്തെ ഒരു പ്രണയമല്ല. എൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും പ്രണയമുള്ളത് ഈ യാത്രയോടാണ്. രണ്ടാമത്തെ പ്രണയം മ്യൂസിക്കിനോടാണ്. അതിൽ എനിക്കിപ്പോൾ ഇഷ്ടപ്പെടാനുള്ള പണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രണയം ഉണ്ടായിരുന്നു. അതിലൊരു നിരാശയൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ അവാർഡ് ചെയ്തപ്പോൾ ഞാൻ പാടിയൊരു പാട്ടുണ്ട്. നമ്മുടെ ബാപ്പു അവാർഡ് എഴുതിയൊരു പാട്ടുണ്ട്. അത് ഒരു നല്ല പാട്ടാണ്. എനിക്ക് എന്നെ ഞാനാക്കിയൊരു പാട്ടാണ്. ആ പാട്ട് വന്നതിന് ശേഷം എനിക്ക് സൗദിയിലൊക്കെ പാടാൻ ഒരുപാട് ചാൻസ് കിട്ടിയിരുന്നു. ജിദ്ദയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഉപ്പനും ഉമ്മനും ഉമ്മറൊക്കെ കൊണ്ടുപോകാൻ സാധിച്ചു. അതിങ്ങനെയായിരുന്നു ആ പാട്ട്. കഥയായി തള്ളരുതേ, കളിയായി തോന്നരുതേ, കൽബിൻ്റെ നൊമ്പരങ്ങൾ
കാണാതെ പോകരുതേ, ഹൃദയത്തിൽ ആദ്യമായി ഇതളിട്ട തേന്മലരേ, വിധിയെത്ര വേഗം നമ്മെ വിട ചൊല്ലി മാറ്റി ദൂരെ. പഴയ പാട്ട് ഞാൻ ഫസ്റ്റ് ആകുന്ന വരികളൊക്കെ ഓർമ്മ. എനിക്ക് പുതിയ പാട്ടുകളാണ് എപ്പോഴും വരികളെപ്പോഴും മനസ്സിൽ തങ്ങിക്കാത്തത്. തീർച്ചയായിട്ടും ഒന്നത് ഒരു എന്തായാലും ഒരു നമ്മുടെ ബാപ്പുക പറഞ്ഞാൽ 1000 പാട്ട് പാടിയാലും കൂടുതലൊരു എന്താ പറയുക, ഒരു 75% ബാപ്പുഖാൻ്റെ പാട്ടിന് അത്രയ്ക്ക് പാടിയിട്ടുണ്ടാവും ഇൻഷാ അല്ലാ. പിന്നെ കൂടുതലും എനിക്ക് പാട്ടിനോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയ പാട്ടുകളോട്. കാരണം പഴയ എനിക്കിഷ്ടം കൂടുതൽ പാടാനിഷ്ടവും പിന്നെ കേൾക്കാനിഷ്ടം എന്ന് പറഞ്ഞാൽ പാട്ടുകൾ. കാരണം എപ്പോഴും AV മുഹമ്മദ് സാഹിബിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. എന്നും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ പണ്ട് ഞാൻ ആദ്യമായിട്ട് വലിയ ആഗ്രഹമായിരുന്നു സ്കൂളിൽ മദ്രസയിലൊക്കെ പോകാൻ. അപ്പോൾ ആരെങ്കിലും ഒരു പാട്ടെങ്കിലും എഴുതി പാടി പഠിച്ചാൽ ആരെങ്കിലും ഞാൻ കാണാത്ത ചിരിക്കാത്ത പോകാത്ത എല്ലാ മക്കളും ഇങ്ങനെ പോകുമ്പോൾ എല്ലാ മക്കളും എന്നെ പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം എനിക്കൊന്ന് പോകണമെന്നില്ല. കാരണം പോകാൻ വിധി സമ്മതിച്ചില്ല. കാരണം ഒരാളെൻ്റെ അടുത്ത് വന്ന് ചേർന്നവർക്കും തുമ്മിൽ ഇങ്ങനെ ഞെട്ടിപ്പോയാലും കൈകാലുകളൊക്കെ പൊട്ടുമ്പോൾ ഒരു കട്ടിൻ്റെ മുകളിൽ അവിടെ തന്നെ പാവം എൻ്റെ ഉമ്മയാണ് എല്ലാത്തിനും എന്നെ പരിചരണം. കാരണം എല്ല് പൊട്ടി കഴിഞ്ഞാൽ കട്ടിലൊരു ഓട്ട തുളച്ചിട്ട് പ്രാഥമിക കാര്യം പോലും അതിലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ കുറിച്ചിട്ട്. കാരണം ഉമ്മാനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേദനിക്കുമ്പോൾ അവിടെ കുറച്ച് മണ്ണൊക്കെ എടുത്ത് കൊടുത്തിട്ട് നിങ്ങളെന്നെ കത്തിച്ചാളി, സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് 4 ചുമരക്കുള്ളിൽ ഇരിക്കുമ്പോഴേ എല്ലാവരും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ്. അതിന് ഓരോ നബിദിനങ്ങൾ, നമ്മളുടെ നബിദിനം വലിയ ആഘോഷമാണ്. അപ്പോൾ ഈ നബിദിനത്തിനെങ്കിലും ഒരു പാട്ട് പാടാൻ എല്ലാ വർഷവും പേരൊക്കെ കൊടുക്കും. പക്ഷെ ആ സമയം ഒരു 4 വർഷം വരെ ആ സമയമാകുമ്പോൾ എല്ലാം അങ്ങോട്ട് പൊട്ടിപ്പോകും. പിന്നെ ആർക്കും എന്നെ തൊടാനും പിടിക്കാനും ഒന്നും പറ്റില്ല, കട്ടുമെന്ന് ഇളകാനും പറ്റില്ല. കാരണം ഒരു ഡ്രസ്സ് പോലും നമുക്ക് ഇടാൻ പറ്റില്ല. കാരണം അപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എല്ല് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് കത്തിരി വെച്ചിട്ട് മുറിച്ചെടുക്കുക ചെയ്യുക. കാരണം അത്രയും വേദന വരണം, നല്ല വേദന. അപ്പോൾ വലിയ ആഗ്രഹങ്ങളാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകണമെന്നില്ല. അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഇതെങ്കിലും ഒരു പാട്ടെങ്കിലും പാടി നമുക്ക് അവിടെ നിന്ന് കാണാമല്ലോ. ആ കാണാനുള്ള ആകാംക്ഷയാണ് എൻ്റെ പാട്ടുകാരനാക്കി ഉള്ളത് പറയാമല്ലോ. അന്ന് ഞാനവിടെ എന്താ പറയുക, പള്ളിയിലൊക്കെ അങ്ങനെ ഒരു അവസരം കിട്ടി. അങ്ങനെ വേദിയിലൊക്കെ കയറി എന്നെക്കുറിച്ച് ഞാൻ എൻ്റെ കഥകളൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് എൻ്റെ നാട്ടുകാരെന്നെ ഇങ്ങനെ ഒരാൾ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം. അന്ന് ഞാൻ ഫസ്റ്റ് പാടിയത് മുഹമ്മദ് സാഹിബിൻ്റെ ഒരു പാട്ടാണ്. അതെനിക്കെപ്പോഴും പഴയ പാട്ടിനോട് ഇഷ്ടമാണ്. പരലോകത്തൊരു രക്ഷയ്ക്കായി തമ്പുരാനേ ഇരക്കുന്നു ഞങ്ങളെല്ലാം റഹീമായോനേ പരലോകത്തൊരു രക്ഷയ്ക്കായി തമ്പുരാനേ. എല്ലാ പാട്ടാണ് എന്നും മനസ്സിൽ തങ്ങുന്ന വരികളുമാണ്. അതേപോലെ അവരെ സൗണ്ടും തീർച്ചയായിട്ടും അത് ഏവിക പാടി വെച്ച നമ്മുടെ തിരുരങ്ങാടിക്കാരനാണ് ഏവിക എപ്പോഴും പാടിയ പാട്ടുകളൊക്കെ എന്താണ് പറയുക, അനുശ്വരമായ അടിപൊളി പാട്ട്. അപ്പോൾ പിന്നെ വിശേഷങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ നടന്നാണ് ജംഷീറിന്റെ ജീവിതം. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും വരാം ഇൻഷാ അല്ലാ. തീർച്ചയായിട്ടും. അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് കാണണം അല്ലേ? കുട്ടികളൊക്കെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മളെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പ്രേക്ഷകരോട് തീർച്ചയായിട്ടും എന്താണ് ഞാൻ പറയുന്നത്, നമ്മളെ ഇതുപോലെയുള്ള സിറ്റുവേഷന് ഒരുപാട് ആൾക്കാർ വെറുതെ ഇരിക്കുന്നവരുണ്ട്, സങ്കടപ്പെട്ടിട്ട് വിഷമിച്ചിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ, എങ്ങനെ ചെയ്യാം എന്നുള്ള ആ ഒരു ഇത് നിങ്ങളിൽ നിന്ന് കിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും വാക്കുകളും മതി അവർക്കൊരു മോട്ടിവേഷൻ ആവാൻ. ഇത് വെറും ഒരു നമ്മളെന്താ പറയുക ഇൻ്റർവ്യൂ അല്ല,
ഞാൻ ഇന്റർവ്യൂ ആയിട്ട് ചെയ്യാൻ വന്നതുമല്ല കേട്ടോ. ജംഷീർ ഒന്ന് അല്ല കാണാൻ വേണ്ടി നിങ്ങളൊക്കെ ഇങ്ങനെ വന്നതേ അത്രയും ഉള്ളൂ. വലിയ ആവുണ്ട്, വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ ഇന്റർവ്യൂ ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. പക്ഷെ ഈ വാക്കുകൾ നല്ല മോട്ടിവേഷനാണ് എല്ലാ ഇങ്ങനെ നിൽക്കുന്നവർക്ക്. അപ്പോൾ അതുകൊണ്ട് 2 വാക്ക് ജംഷീർ എന്നെ പ്രേക്ഷകരോട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല അതായിരുന്നു നമ്മളെ ഈ വീഡിയോ കൂടെ. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉയർച്ച ഒക്കെ വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും പ്രയത്നിക്കണം. അതിലുപരി നമ്മളൊരു വിശ്വാസം, ദൈവത്തിലൊരു വിശ്വാസം അർപ്പിക്കുക. കാരണം നമ്മൾ എന്ത് കഴിവാണോ നമുക്കുള്ളത് അതിനെ കൂടുതൽ വളർത്തിയെടുക്കുക. ആ വളർത്തിയെടുക്കുമ്പോൾ ഇന്നത്തെ ഞാനൊക്കെ വരുന്ന കാലത്ത് അന്ന് സോഷ്യൽ മീഡിയ അങ്ങനെ പറഞ്ഞതൊന്നുമില്ല. കാരണം അന്ന് മാക്സിമം പോയ റേഡിയോ അല്ലെങ്കിൽ TV ചാനലുകൾ മാത്രമാണ്. കാരണം തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ റേഡിയോയിലൊക്കെ അതാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അന്ന് ഞാൻ ഇലക്ട്രോണിക്സുകൾ അന്നൊന്നും എൻ്റെ വാപ്പക്കുമ്മക്കും എനിക്ക് വലിയ TV വാങ്ങിത്തരാനും എനിക്ക് വലിയ മൊബൈൽ ഫോൺ വാങ്ങിത്തരാനൊന്നും പാകില്ല. കാരണം അവർക്ക് എൻ്റെ ചികിത്സക്ക് തന്നെ പൈസ കണ്ടെത്താനും കൂലിപ്പണിക്കാരനെ ഉപ്പക്കൊക്കെ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഇലക്ട്രോണിക്സ് ഒക്കെ ചെയ്ത് നാട്ടിൽ നിന്ന് എന്തെങ്കിലും ടോർച്ച് എമർജൻസിയിലൊക്കെയാണ്. അന്ന് റേഡിയോ, ടേപ്പിൽ കാർഡ്, ഓട്ടോറിക്ഷയിൽ വെക്കുന്ന കാസ്റ്റീരിയോ ഇതൊക്കെയായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇന്നൊക്കെ ലോകം മാറി, ഇപ്പം എല്ലാം പോയി. ഇന്ന് പാട്ട് കേൾക്കാൻ എല്ലാത്തിനും സൗകര്യം, എന്തും. ഇപ്പോൾ ഒരാളൊരു പാട്ടുകാരനാവണമെങ്കിൽ കേവലം 1 മണിക്കൂർ വേണ്ട. ഇപ്പോൾ ഒന്നുമില്ല. തീർച്ചയായും നമ്മളൊക്കെ സംഗീതമൊക്കെ ഒരുപാട് ടീച്ചറെ വെച്ച്, കാരണം എന്നെ വളർത്തി കൊടുത്തതിൻ്റെ സൈഫിനോടൊക്കെ 1000 നന്ദി പറയുന്നത്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന് മീഡിയ മാധ്യമങ്ങളിൽ തീർച്ചയായിട്ടും ഒരുപാട് രീതിയിൽ അവരോടൊക്കെ വലിയ സഹായം. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടൊരു പാട്ടിറക്കിയത് എൻ്റെ ഉമ്മൻ്റെ കാതിലെടുക്കുന്നൊരു കമ്മൽ വിറ്റിട്ടാണ് ഞാൻ എൻ്റെ ഒരു പാട്ടിറക്കിയില്ലേ. ആ പാട്ടൊക്കെ ജനങ്ങളിലേക്ക് എത്തി. അൽഹംദുലില്ലാഹ് എൻ്റെ ഈ മേഖല കൊണ്ട് എന്താ പറയുക, അത് നമ്മൾ ചെയ്യുന്ന നമ്മളിങ്ങനെ ആയല്ലോ, ഞങ്ങളിങ്ങനെ ആക്കിയല്ലോ റബ്ബ് എന്ന് ചിന്തിക്കരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് പറ്റുന്നത്, ഇപ്പോൾ ഞാൻ എന്നെ പോലുള്ള ആ കഴിവിനെ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, അത് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഒരിക്കലും താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. ഞാനിങ്ങനെ ഒരാളാണല്ലോ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ എല്ലുകൾ പൊട്ടുന്ന സമയത്തൊന്നും ഒരാളുകളും എന്നെ ജസ്റ്റ് ഒന്ന് കാണാനും കൂടി വരില്ല, എൻ്റെ നാട്ടിലുള്ള ചുറ്റ അയൽവാസികളല്ലാതെ. കാരണം ഞാൻ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അയാൾ ഒരു ദിവസം എൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ 2ാമത്തെ ദിവസം എന്നെ കാണാതെ മുണ്ടൊക്കെ മറിച്ചിട്ട് പോവുക, കാരണം ഞാൻ വിളിച്ചു വെച്ചിട്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അവിടെയും തോൽക്കരുത്. നമ്മൾ ഒറ്റയാൽ പോരാട്ടമാണ്. അപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യനും ഒരുപാട് കഴിവുകൾ, പാട്ടല്ല അല്ലെങ്കിൽ വേറെ കഴിവുകൾ, വരക്കാൻ, അങ്ങനെ ഒരുപാട് കഴിവുകൾ, ഇപ്പോൾ പല രീതിയിലുള്ള കഴിവുകൾ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പ്രയത്നങ്ങളാണ്. അപ്പോൾ അന്നപോലെ എല്ലാവരും പ്രയത്നിക്കുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നുള്ളത്. കാരണം സ്വന്തം കർമ്മങ്ങളിലൂടെ തന്നെ ആയിരിക്കണം. അത് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ, എത്രത്തോളം നമ്മളിപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ വിമർശനങ്ങൾ. ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ ഒരു 100%-ൽ 50% വിമർശിക്കാനാളുണ്ടാവും, 50% നമുക്കുണ്ടാവുള്ളൂ. എല്ലാവരും ഒരുമിച്ച് ഒരിക്കലും വരലില്ല. ഒരു പാതി, ഇപ്പോൾ ഒരു 20% അവനെ സപ്പോർട്ട് ചെയ്യാനാളുണ്ടാവുള്ളൂ. ബാക്കി ചിലപ്പോൾ 80% തിരിഞ്ഞോടും. നമ്മളൊക്കെ എപ്പോഴും കാണുന്നില്ല, ഒരുപാട് ആളുകൾ കൈ നീട്ടുമ്പോൾ ഒന്നും കൊടുക്കാതെ മൈൻഡാക്കാതെ പോകുന്നത്. ഞങ്ങളെ പോലുള്ള ആളുകളെ മൈൻഡാക്കാതെ പോകുന്നത് ഇല്ല. അയാൾ വീണ്ടും പോകും. അതാണ് തീർച്ചയായിട്ടും അവിടെയാണ്. പിന്നെ കഷ്ടതയിലൂടെ ജീവിച്ചവൻക്കാണ് കൂടുതൽ ജീവിതത്തിൻ്റെ സുഖാര്യം. തീർച്ചയായിട്ടും പെട്ടെന്നെല്ലാം കിട്ടുമ്പോൾ. അപ്പോൾ ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ്. എനിക്കൊരാളൊരു കാറ് സ്വന്തമായിട്ട് കൊണ്ടുത്തരിക അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ, അതിലൊരു സുഖമില്ല. ഞാനൊരു തൊണ്ടിൽ 1 രൂപ 2 രൂപ ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ച്, ആ പണം എടുത്ത് വെച്ചിട്ട് ആ പണത്തിൽ നിന്നും നമ്മളൊരു സാധനമൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വളരെയാണ്. കാരണം അതിലൊന്നും എന്താ പറയുക, മറ്റുള്ളതിനേക്കാളും സന്തോഷം കിട്ടും നമുക്ക് അതിലൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക്. തീർച്ചയായിട്ടും എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളെ
തന്നെ എനിക്ക് എൻ്റെ വലിയൊരു അവാർഡാണ് നിങ്ങളെ ചാനലിന്റെ പേര് അറിയാലോ, ആരിഫ മലപ്പുറം അല്ലേ? തീർച്ചയായും നമ്മളെ മലപ്പുറം, നമ്മളെല്ലാം മലപ്പുറത്തേരായതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടെ പറയാം അല്ലേ? നമ്മളൊക്കെ നാട്ടുകാർ, ഒരേ നാട്ടുകാരാണ്. തീർച്ചയായിട്ടും. മക്കള് ഒക്കെ ഉഷാറായിരിക്കും അല്ലേ? പിന്നെ പുതിയ ഇനിയിപ്പോൾ ഞാനല്ലെങ്കിൽ ഇനിയിപ്പോൾ പുതിയ ആളുകളൊക്കെ വരുമല്ലോ ഇൻഷാല്ലാ. അപ്പം നമ്മളൊന്നും മറക്കരുത്. അതെന്ത് വർത്താനാണ് ജംഷീർ, നമ്മൾ അല്ല അല്ല, നമ്മളെ ചെറുപ്പം മുതലുള്ള നാട്ടുകാരായതുകൊണ്ട് നമ്മളൊരേ നാട്ടുകാരാണ്, നമ്മൾ തിരൂർ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ നാടും ആദ്യമൊക്കെ പണ്ടൊക്കെ ഇല്ലേ, ഞാനല്ലേ പറയാം, നമ്മളന്ന് തുഞ്ചൻ മിഷൻ ചാനൽ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് അതിൽ മാത്രമേ എൻ്റെ പാട്ടുകൾ ഓടിയുന്നു. അപ്പോൾ എൻ്റെ പാട്ടുകൾ കേൾക്കുന്ന എൻ്റെ തിരൂർക്കാരും നാട്ടുകാരൊക്കെ അല്ല തിരൂർക്കാരും ഒക്കെ ആയിരുന്നു. അപ്പോൾ തിരൂർ ടൗൺ ഹാളിൽ പ്രോഗ്രാമിന് പോകുമ്പോഴൊക്കെ കൂടുതൽ ഇഷ്ടം അന്നൊക്കെ. ഇവിടെയാണ് എല്ലാവരും പരിസരത്തുള്ളവർ, എല്ലാവരും നല്ല എന്താണ് സന്തോഷമാണ്, നമ്മളെ നാട്ടുകാരാന്നുള്ളത്. ഇപ്പോൾ പുറം ലോകമൊക്കെ അറിഞ്ഞപ്പോൾ അവിടെ പോകുമ്പോൾ, ആ പുറം ലോകത്ത് ആദ്യം പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. പഠിച്ചോനെ ഞാനെന്താ പാടുക, പഠിച്ചോനെ വലിയ വലിയ പാട്ടുകാരൊക്കെ ഉണ്ട് എന്ന് പറയും. മറ്റേ എൻ്റെ നാട്ടിൽ മാത്രമല്ല എന്നെ അറിയുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു ഇതിലാണ്. ഇപ്പോൾ പുറത്ത് പുറം ലോകം അറിഞ്ഞുകൊണ്ട് ഇപ്പം അതും പേടിയില്ലാതായി. ഏകദേശം 200-250 വട്ടോളം ഗൾഫിലൊക്കെ പോയി. ഒരുപാട് ആൾക്കാർ സപ്പോർട്ടൊക്കെ കിട്ടും. തീർച്ചയായിട്ടും. ആദ്യം ഗൾഫിലൊക്കെ പോയാൽ എന്താണ് ഒരു ബേജാറാണ്, കുറച്ചുകൊണ്ട് നാനാ ഭാഗത്ത് നിന്ന് ആളുണ്ടാവും, ഞാൻ എന്ത് പാടും എന്ത് ചെയ്യും, ഒരു ബേജാറാണ്. പക്ഷേ ഞാൻ ആദ്യം തന്നെ വേദിയിൽ പറയും എൻ്റെ എൻ്റെ കുറവുകളെക്കുറിച്ചും എൻ്റെ പരിമിതികളെക്കുറിച്ചും. അപ്പോൾ അതെല്ലാം പരിമിതികളും കണക്കിലെടുത്തുകൊണ്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചിലപ്പം പാടാറ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരുപാട് ഈ മേഖലയ്ക്ക് വരാൻ സാധിച്ചിട്ട് ഒരുപാട് രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത പ്രവാസികളാണ് ഒരുപാട്. ഇപ്പം എൻ്റെ പുതിയൊരു പ്രവാസഗാനം വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പഴയ പാട്ടുകളോട് ഇഷ്ടമുള്ളതുകൊണ്ട് എപ്പോഴും പഴയ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. തീർച്ചയായിട്ടും കാണാം, ഇനി കാണണം ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് പുതിയ പാട്ടുകളൊക്കെ ആയിട്ട് വരണം അല്ലേ? ഇൻഷാ അല്ലാഹ്. എന്തായാലും ഷോൾ ദി ബെസ്റ്റ്. നിങ്ങൾ ദുആ ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ ആരിഫ മലപ്പുറം എന്ന് പറഞ്ഞ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകരും നമുക്കും കുടുംബത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ? തീർച്ചയായിട്ടും. മലപ്പുറം ആരിഫാണല്ലേ? മലപ്പുറം ആരിഫാണ്. തീർച്ചയായിട്ടും. അത് എല്ലാവർക്കും പറയാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട്, പറഞ്ഞു കൊടുക്കാനും ബുദ്ധിമുട്ട്. അപ്പോൾ സന്തോഷം ഇൻഷാ അല്ലാഹ്. എനിക്ക് ഇതിലൊരു വലിയ അവസരം കിട്ടിയതിൽ സന്തോഷം, അത്ര തന്നെ. എപ്പോഴും ഞാനെപ്പോഴും അങ്ങനെ ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഇപ്പോഴും പാട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോഴും ഞാൻ ആളുകളോടൊക്കെ നല്ല അവസരങ്ങളൊക്കെ ഞാൻ ചോദിച്ചു വാങ്ങും. ഞാൻ ഒരു വേദിയിലൊക്കെ ചെന്നാൽ ആദ്യം ഇരന്ന് വാങ്ങും കയ്യടി. അതാണ് നമ്മളെ മനസ്സിന് സന്തോഷം തരുന്നത്, നമുക്ക് വീണ്ടും ചെയ്യാനും ഒരു പ്രചോദനം മനസ്സിന് തരുന്നത്. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണാനും പാടില്ല. ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, വൈഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു സോങ്, അടിപൊളി സോങ്, നല്ലൊരു സോങ് അല്ലേ? ഏതാ പാട്ടിൻ്റെ? ഏതായാലും വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട്, പഴയ പാട്ടാടിയല്ലോ. പഴയ പാട്ടാണ് ഞങ്ങൾക്കും ഇഷ്ടം. ലാസ്റ്റായിട്ട് നമുക്കൊരു നല്ലൊരു പാട്ട് പാടിയിട്ട് അവസാനിപ്പിക്കാം. ഞാൻ പല സ്റ്റേജിലൊക്കെ പാടുന്ന ഒരു പാട്ട് പഴയ പാട്ട് തന്നെ ആയിക്കോട്ടെ അല്ലേ? അല്ലേ? കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു സുബ്ഹാനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. ഓക്കെ. ഇതിൻ്റെ പിന്നിൽ എൻ്റെ ഹസ്ബൻഡാണ്. തീർച്ചയായിട്ടും. പിന്നെ നമ്മളൊരു ഫ്രണ്ട് ഇതാ, എൻ്റെ പേര് മുനീസ്. അപ്പോൾ നമുക്ക് ജംഷീറിൻ്റെ സ്റ്റുഡിയോ ഒന്ന് കണ്ടാലോ?
നമ്മളെ ജംഷീറിൻ്റെ കുട്ടികളാണ് 3 ആളും. ഇവർ എന്താണ് മൂത്തത്? രണ്ടാമത്തെ ആളത് കുറച്ച് വലുപ്പമുള്ളതായിട്ട് തോന്നുന്നു. ഇവര് രണ്ടാളും എന്താണ്, ഇവൻ കുറച്ച് എല്ലാം ചെയ്തു തരാൻ വേണ്ടി. ഞാൻ രണ്ടാമത്തോനും ഓക്കെയാണ്, എന്നെ കുളിപ്പിച്ചു തരും, എല്ലാം എല്ലാ സപ്പോർട്ടുമാണ്. ഇപ്പം ചെറുവനും വലിയ കുഴപ്പമില്ല. ചെറുവന് എന്താ വെച്ചാൽ ചെറുവന് എന്താ വിഷയിച്ചാൽ ചെറുവന് ഭയങ്കര ക്രിക്കറ്റാണ്. ഞാൻ എവിടെ പോകുന്നു ആ പോണ സ്ഥലത്ത് ഓനെയും കൊണ്ടുപോകണം. പക്ഷെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കണം, യാത്ര. പിന്നെ അതുപോലെ എന്താ പറയുക, തീർച്ചയായിട്ടും ഒന്നും അല്ല, ഭാഗ്യം ഇപ്പം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവനെയാണ് കൂടുതലും എല്ലായിടത്തും കൊണ്ടുപോയിരുന്നത്. പിന്നെ അതിൻ്റെ ശേഷം കൊറോണയൊക്കെ ആയത് കാരണം പറ്റിയിട്ടില്ല. അപ്പം നല്ല കുട്ടികളായിട്ട് ഒരു പാട്ടുപാടി കൊടുക്കും. നിങ്ങൾ എല്ലാവരും കൂടി ഒരു പാട്ടുപാടി കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പഠിക്കാം അല്ലേ? പാടി നമ്മൾ ചാനലിൽ എല്ലാവരും കേൾക്കട്ടെ. നിങ്ങളേതാ പാടില്? പാടി. ഓന് ഫുള്ള് എന്താണ് വലിയ നമ്മളെ പാട്ടൊന്നും പാടില്ല. ഒരു ഫുള്ള് എന്താ പറയുക, നമ്മളെ പാട്ട് ആ നിലവാരത്തിലേക്ക് പോകണല്ലോ. ഓർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ പാട്ടുകൾ മാത്രമേ അവർ പാടുള്ളൂ അല്ലേ? ഏതാണ് ഇവര് പഠിക്കലല്ല, ഇവര് ഫുള്ള് അതിൽ ഇരുന്നിട്ട് വേറെ പാട്ടുകളായിരിക്കുന്നത്. ഇന്നത്തെ കാലമല്ലേ. ഞാൻ പാടുമ്പോൾ പഠിക്കുന്ന മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ. അപ്പം എല്ലാവർക്കും മാസലാമ അല്ലേ? എല്ലാവർക്കും മാസലാമ.